നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരി എയറിലാണ് സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ എന്ന് അവരെ തന്നെ വിശേഷിപ്പിച്ച് നടന്ന് ഇപ്പോൾ ഒടുവിൽ ഒരുപാട് മറ്റേ ശിഷ്യഗണങ്ങളും ആരാധകരൊക്കെ ഉണ്ടെന്ന് സ്വയം അങ്ങനെ പറഞ്ഞ് നടക്കുക പുള്ളിക്കാരി. എന്നിട്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ആക്ഷേപിക്കുക. ഒരു യൂട്യൂബിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്തിലോ ഇരുന്നിട്ട് പറഞ്ഞൊരു വിഷയം, അതായത് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ സഹോദരനായിട്ടുള്ള രാമകൃഷ്ണൻ പുള്ളിക്കാരനെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കെയുള്ള ഒരു വിഷയം. പുള്ളി തന്നെ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ചാനലുകൾക്ക് മുമ്പിൽ അത് പറയുന്നുണ്ട്. എന്നെ തന്നെയാണ് അത് പറഞ്ഞത്. ചാലക്കുടിയുള്ള ഇങ്ങനെയുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ നിറത്തെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ആ നിറം വെച്ച് അദ്ദേഹം മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപം അവതരിപ്പിക്കുന്നത്, അതിനൊക്കെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. പുള്ളിക്കാരിയുടെ കുറച്ച് കോണ വർത്താനമാണ് സംഭവം. എനിക്കാണെങ്കിൽ പിടിച്ചില്ല എന്തായാലും. അപ്പോൾ പിന്നെ പുള്ളി എന്തായാലും എയറിൽ പോയി ചന്ദ്രനിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. എന്താ വെച്ചാൽ ഈ ബൗൺസ് ചെയ്യുന്ന ബോൾ കണ്ടില്ലേ, എറിഞ്ഞ് പിച്ച് ചെയ്യുന്ന അതേ ഒരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് പറയാണ്ട് നമ്മൾ പറയണം, അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത കിട്ടില്ല. ചുമ്മാ മറ്റുള്ളവർ പറയണത് കേട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ആ വിഷയം അങ്ങ് കേൾക്കാം അല്ലേ? എന്നിട്ട് ബാക്കി ന്യൂസ് ചാനലുകൾക്കൊക്കെ പുള്ളിക്കാരി കൊടുത്തിട്ടുള്ള മറുപടി കൂടി കേൾക്കാം. അത് കേൾക്കേണ്ട കാഴ്ചയും കേൾക്കേണ്ട വാക്കുകളും കാണേണ്ട കാഴ്ചയുമാണ്. തെറ്റുപറ്റിയത് നമ്മൾ സാധാരണ സോറി എന്ന് പറയുമല്ലോ. പക്ഷേ ഈ പുള്ളിക്കാരി അത് പറയാൻ തയ്യാറല്ല. അപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാട്ടോ ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ തെറ്റുപറ്റിയാൽ നമ്മൾ ആരോടായാലും ക്ഷമ ചോദിക്കുക എന്നുള്ളതൊരു മാനേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മിനിറ്റ്, റേഞ്ചിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇവിടെ. അപ്പോൾ വേറൊരു ഫോണിലാണ് ഞാൻ, അനിയത്തിയുടെ ഫോണിലാണ് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ആയിട്ട് എടുക്കുവാണ്. റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത്? അത് എന്തെങ്കിലും ഇനിയും കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും അതിലേക്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഇനിയും നന്നാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള കേസ്, വള്ളിക്കെട്ട് കേസൊക്കെ വന്നാൽ ഞാൻ എടുത്തങ്ങ് വലിച്ചു കീറും. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണൻ നിറത്തെയാണ് നർത്തകി കളിയാക്കുന്നത്. രാമകൃഷ്ണന് കാക്കയുടെ നിറമെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നതുമാണ് പരാമർശം. ആ പരാമർശം ആദ്യം ഒന്നുകൂടി നമുക്ക് കേൾക്കാം. മോഹിനി ആയിരിക്കണം ഇപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കയാണെന്നാണ്. എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇതിനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോയി പെറ്റ തള്ള തയ്ക്കില്ല. സത്യഭാമയുടേത് മ്ലേച്ഛമായ ഭാഷയിൽ ഇതാണ് ഈ അമ്മച്ചിയുടെ പരാമർശം. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ കേസിൽ കാല് കവച്ച് വെച്ച് കളിക്കുന്ന കളി എന്നൊക്കെ പറഞ്ഞല്ലോ, പിള്ളേർ കമൻറ്റിൽ വലിച്ചു ഊക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഈ കാല് കവച്ച് വെക്കുന്ന കളി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത്. തള്ളേന്ന് വിളിക്കാൻ പറ്റുമല്ലേ? അവർക്ക് ആരെയും പറയാം. അതിൻ്റെ ബാക്കി മാത്രം ഞാൻ കാണിച്ചു തരാം. അവർ പറഞ്ഞ കേസൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് അവരെ ഞാനിപ്പോൾ അങ്ങനെ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, തള്ള എന്ന് മാത്രം. പിന്നെ ഇവർ പറഞ്ഞ സൗന്ദര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയട്ടെ. ഇവർ ഈ പറഞ്ഞ മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തിൽ ഈ മോഹിനി എന്ന് പറയുന്ന വാക്ക് സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രത്തെ ഉദ്ദേശിച്ചാണെങ്കിൽ, ആ സ്ത്രീ കഥാപാത്രം പുരാണങ്ങളിൽ നിന്ന് വന്നതാണെങ്കിൽ ഹിന്ദു മിത്തോളജി പ്രകാരം മഹാവിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരൂപത്തിൻ്റെ മറ്റൊരു സ്ത്രീ രൂപമാണ് മോഹിനി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് എന്താ പറയുക, ഒരു മിത്താണ് ഞാൻ പറയുക. അപ്പോൾ വന്ന വഴി നോക്കുവാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മോഹിനി എന്ന് പറയുന്ന രൂപം മഹാവിഷ്ണു ആ രൂപം കൊണ്ട സമയത്ത് ഈ പറഞ്ഞ മോഹിനിയുടെ നിറം എന്താണെന്നോ ഉടുത്ത വസ്ത്രം എന്താണെന്നോ മുഖം എങ്ങനെയാണെന്നോ ഈ തള്ള കണ്ടിട്ടുണ്ടോ? പാരട്ടോ തള്ള നിങ്ങൾ എവിടെ നോക്കിയിട്ട്? സീരിയലിലോ അല്ലെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ അമർചിത്ര കഥയുടെ പുസ്തകത്താളുകളിൽ വരച്ച് വെച്ച രൂപമോ കണ്ടിട്ടാണോ നിങ്ങൾ ഈ കിടന്ന് ചിലയ്ക്കുന്നത്? സൗന്ദര്യത്തിൻ്റെ മറ്റേ ഭാവം എന്നൊക്കെ പറയുന്നത് ആണോ?
മറ്റേ ഏഷ്യാനെറ്റിലെ കുറേ സീരിയലിൽ ഞാനും കണ്ടിട്ടുണ്ട്. മോഹിനിയുടെ അവതാരവും വന്നിട്ട് മറ്റേ കുംഭം ഉണ്ടാക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അമൃത കുംഭമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന കേസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഈ അവതാരങ്ങളെ നിങ്ങൾ ഏത് രൂപത്തിലാണ് കണ്ടത്? സീരിയലിലല്ലേ അല്ലേ? അല്ലാണ്ട് നിങ്ങളെ കൂടെ പഠിച്ചോന്നല്ല ഈ പറഞ്ഞ മോഹിനി 1ാം ക്ലാസ് മുതൽ കൂടെ ഇരുന്ന് പഠിച്ചാണോ? അന്നം അങ്ങനെയുള്ള നിങ്ങൾ ഈ സൗന്ദര്യം ഉണ്ടെങ്കിലേ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പോട്ടെ, അത് വിട്ടേക്ക്. ഈ പറഞ്ഞത് പുരുഷന്മാർക്ക് പറ്റില്ല, ഇനി പുരുഷന്മാർ ചെയ്യുവാണെങ്കിൽ ഈ കറുത്തവനൊന്നും പറ്റൂല, വെളുത്ത സുന്ദര കുട്ടപ്പന്മാരെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ 2ാമത്തെ കേസ്. ഈ പറഞ്ഞ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ കറുത്തവനാണ്, കാർവർണനാണ്, യാദവകുലത്തിൽ ജനിച്ചവനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് കൃഷ്ണൻ. അങ്ങനെ ഈ കറുത്തവനായിട്ട് ജനിച്ച അവതാരം കൊണ്ട കൃഷ്ണൻ കറുത്തവളായിട്ടല്ല മോഹിനി ആയതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി ഈ പറഞ്ഞ മഹാവിഷ്ണുവിൻ്റെ യഥാർത്ഥ നിറം നിങ്ങൾ എവിടെയാണ് കണ്ടത്? പണ്ടെങ്ങാണ്ടോ കലാകാരന്മാരായിട്ടുള്ള ചിത്രകാരന്മാർ വരച്ചു വെച്ച ചുമർ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓലകളിലൊക്കെ എഴുതപ്പെട്ടതാണോ? എന്ത് അടിസ്ഥാനം വെച്ചിട്ടാണ് നിങ്ങൾ ഈ സൗന്ദര്യത്തിനെ അളക്കുന്നത്? എന്ത് അളവുകോല് വെച്ചിട്ടാണ്? നിറത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ ജനിച്ച് വീഴുന്ന സമയത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ TV ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ TV ചാനലുകളിലെ പരസ്യങ്ങളിൽ കുട്ടികളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് വെക്കുന്ന പുസ്തകങ്ങളിൽ, പാഠപുസ്തകങ്ങളിൽ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള കറുപ്പ് വെളുപ്പ്, നല്ലത് ചീത്ത, ഭംഗിയുള്ളത് ഭംഗിയില്ലാത്തത്, ഇതിങ്ങനെ എഴുതി കുഞ്ഞുങ്ങളുടെ ബുദ്ധിയിൽ ഇങ്ങനെ കയറ്റി വെച്ചതുകൊണ്ട് ഉണ്ടാക്കി വെച്ച ഡിസ്ക്രിമിനേഷൻ, ഭയങ്കരമായിട്ടുള്ള വിദ്വേഷം നിറയ്ക്കുന്ന അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്ന വാക്കുകളാണ് നിങ്ങളുടെ വായിന്ന് വന്നിട്ടുള്ളത് സ്ത്രീയെ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ബാക്കി കൂടെ ഒരു മിനിറ്റ്. മ്ലേച്ഛമായ ഭാഷ എന്നതാണ് RV രാമകൃഷ്ണന്റെ പ്രതികരണം. നിയമപരമായി നടപടികൾ സത്യഭാമയ്ക്കെതിരെ കൈക്കൊള്ളും എന്നതാണ് അദ്ദേഹം നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ആ പ്രതികരണം കൂടി കാണാം. എന്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ, 2 കേരള സംഗീത അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ. വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഭാഗങ്ങൾ വളരെ വലിയൊരു വീഡിയോയുടെ കുറച്ച് തുടക്കഭാഗം മാത്രമാണ്. എന്താണ് വിഷയമെന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുവെന്ന് മാത്രം. ഇനി നമുക്ക് കാണേണ്ടത് ഈ സ്ത്രീയുടെ കുറച്ച് വിവരം കെട്ട നാവാട്ടങ്ങളാണ്. അതുകൂടി കേൾക്കണം നമ്മൾ. 5 സെക്കൻഡ് പരസ്യം ഉണ്ടാവും. യൂട്യൂബ് ഭയങ്കര ചൊറയാണ്, റേഞ്ച് ഇഷ്യൂ എല്ലാം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടണം ഈ വീഡിയോ ഒക്കെ നടക്കുമ്പോൾ. നേരത്തെ റെക്കോർഡ് ചെയ്ത് ഫുൾ റെക്കോർഡ് ആയി കഴിഞ്ഞാൽ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞു, അത്ര തന്നെ. കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമം ഉണ്ടാ? വെറുപ്പാ. നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. മനസ്സിലായ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. ഇപ്പൊ മതിയായടാ നിനക്ക്? തല്ലി കളഞ്ഞാ പോവില്ല ഇവര്, മനസ്സിലായ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ എന്ത് പറഞ്ഞാലും നമശിവായ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ, ഇയാൾക്കും ഒരു അമ്മയുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ട് ഇല്ല? അല്ല അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മയുണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത്. ഇയാൾക്കില്ലേ അമ്മ? മനസ്സിലായ? ഓ നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാനേ കറുത്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണെന്തിനാ? ഇതെന്തൊരുപാട് എന്തോ ആയിക്കോട്ടെ. കള്ളി, പേരും കള്ളി, എന്ത് നുണച്ചാടോ? ഒരു സംസ്കാരവുമില്ല, നുണ പറയുന്നത് വേറെ, വിവരവും ബോധവുമില്ല. എന്ത് പണ്ടാരാണത്? എന്ത് ഐറ്റമാണിത്? സത്യം ഞാൻ ചോദിക്കണമെങ്കിൽ സത്യഭാമേ നുണ പറയാം, എന്നിട്ട് പേര് സത്യഭാമ. അവിടെ അമ്മൂമ്മയുടെ നേരത്തെ പറഞ്ഞത് ഒരു വ്യക്തിനെ പറഞ്ഞില്ല, അവൻ കറുത്ത നിറം കാക്കയുടെ നിറം അവൻ എടുത്തെടുത്ത് പറഞ്ഞ തള്ള. ഇപ്പം പറയാം ഞാനൊരു വ്യക്തിനെയല്ല പറഞ്ഞത്, അവൻ എന്ന് പറഞ്ഞ ഒരു സമൂഹമാണോ? അധിക്ഷേപിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ?
ലോകമെമ്പാടുമുള്ള എല്ലാ കലാകാരന്മാരുമാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള ആക്ഷേപിച്ച ഒരു വിരോധമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു ചാനലിൽ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമാണ്? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ അവിടെ ചെല്ലും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വെളുക്കുമ്പോൾ തുടങ്ങും, വല്ലതും കിട്ടാണ്ടാണ്. ഭയങ്കരാട്ടോ, ഭയങ്കരാണ്. എളുപ്പല്ല എന്ന് പറയില്ലേ, തൃശ്ശൂർക്കാർ പറയാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറയും എളുപ്പല്ലാട്ടാ. ആ ഒരു ലൈനാണ്. എന്താ പറയുക, ഇത്ര വൃത്തികെട്ട രീതിയിൽ, ഇത്ര മോശമായ രീതിയിൽ ഇവരിങ്ങനെ പബ്ലിക്കിനോടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് ചാനലുകളോടൊക്കെ പെരുമാറുന്നത് എന്താ ഇപ്പം ഇതിനൊക്കെ പറയാ നമ്മൾ. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലയോ എന്തെങ്കിലും അറിവ് നേടുന്നതോ ഒന്നുമല്ല. അടിസ്ഥാനം വിവേകം എന്ന് പറയുന്നതും വിവരം എന്ന് പറയുന്നതും വേറെയാണ്. ഈ പൊതുജനങ്ങളോട് ഇടപഴകുക അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിൽ ഇടപഴകുക, ഇതൊക്കെ അത് വേറൊരു, അതിന് കുറച്ച് ക്വാളിറ്റീസ് വേണം. ഞാനിപ്പോൾ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. പറഞ്ഞാൽ അത് ഒരുപാട് പറയേണ്ടി വരും നമ്മൾ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുകയാണ്, എനിക്ക് എടുത്തു പറയാം. അതായത് ഈ ഒരു സ്ത്രീനെ നമ്മൾ ഒരിക്കലും ചില വാക്കുകൾ നമ്മൾ പൊതുവെ മോശം സാധനങ്ങൾ ആണെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതൊരിക്കലും ഉപയോഗിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് വിശ്വാസം. ഞാൻ എടുത്തു പറയുന്നില്ല. ചില ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളെ അല്ലെങ്കിൽ ചില കച്ചവട പ്രദേശങ്ങളെ ഇത്തരത്തിലൊക്കെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് സംസാരിക്കും ചില ആളുകളെ. അതൊരിക്കലും ഈ സ്ത്രീയെ പറയരുത്. കാരണം പവിത്രമായ അല്ലെങ്കിൽ നല്ല ജനങ്ങൾ താമസിക്കുന്ന അത്തരത്തിലുള്ള സ്ഥലങ്ങളെ ഈ സ്ത്രീയുടെ പേരുമായി കൂട്ടിക്കുഴച്ചാൽ അത് ആ സ്ഥലങ്ങൾക്കും ഒക്കെ കളങ്കം, അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കളങ്കമാണ്. പിന്നെ കലാമണ്ഡലത്തിൽ കിടന്നിട്ട് ഉണ്ടാക്കിയ കഥ തള്ള കുറേ നേരം ചിലയ്ക്കുന്നുണ്ട്. കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതുകൂടി സംസാരിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിന് മുൻപ് ഒരു വീഡിയോ കൂടെ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. പല കുട്ടികളും മേഡത്തിന് മുമ്പ് അഭ്യസിക്കാൻ വരുന്നുണ്ട്, കല അഭ്യസിക്കാൻ വരുന്നുണ്ട്. മേഡത്തിന്റെ മുമ്പ് ഈ കല അഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ മോൾ മത്സരത്തിന് പോകണ്ട, പഠിച്ചോ. പഠിച്ച നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മേഡത്തെ പോലുള്ളവർ ഇടപെട്ടല്ലേ ആ സൗന്ദര്യം എന്നുള്ള മാനദണ്ഡം എടുത്ത് കളയേണ്ടത്. അതിന് പകരം ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു. അമ്പലപ്പറമ്പുകളിലും അമ്മൂടെ 22 തള്ളയുടെ ചാക്കാലൊക്കെയാണ് കുട്ടികൾ നെഞ്ചത്ത് കയറി കളിക്കേണ്ടത്. പാണ്ടാര തള്ള. ഒരു കുട്ടി കറുത്ത നിറമാണെങ്കിൽ അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നാണെങ്കിൽ ആ കൊച്ചിനെ മുഖത്ത് നോക്കി പറയും, മോളെ നീ മത്സരിക്കാൻ പോകണ്ടെന്ന് പറയുമെന്ന് പറയുന്ന ഈ സ്ത്രീയൊക്കെ എങ്ങനെയാണ് ഒരു അധ്യാപിക എന്ന് പറയാൻ പറ്റുക? എങ്ങനെയാ പറ്റുക? എന്താണ് അധ്യാപനം അല്ലെങ്കിൽ എന്താണൊരു അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പോലും വ്യക്തമായിട്ട് ധാരണ ഇല്ലാത്ത ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്രയധികം ശിക്ഷഗണങ്ങൾ ഉണ്ടായത്? കലാമണ്ഡലം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിനെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റീനെ പറയിപ്പിച്ച് കൂടെ ഇവരുടെ കൊച്ചുമക്കളെ കുടുംബത്തിനെ മൊത്തത്തിൽ പറയിപ്പിച്ച് നശിപ്പിച്ച് തൊലച്ച്. ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു? ഞങ്ങൾ കലാകാരന്മാർ വിചാരിച്ചിട്ട് വല്ലതും നടന്നു? ഇല്ലല്ലോ. ഇല്ല. ഗവൺമെന്റ് തന്നെ വിചാരിക്കണം, ആ കോളെടുത്ത് കളയണം. പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം. ഇനിയാണ് ഹൈലൈറ്റ്. ഇത്രയും നേരം പറഞ്ഞത് ഗവൺമെന്റിന്റെ കയ്യിലും തലയിലൊക്കെ ഇട്ട് തള്ള ഊരി. ഇനി പറയുന്ന കാര്യം വെച്ച് എനിക്ക് ഒരൊറ്റ കാര്യം കൂടി പറയാനുണ്ട്. അതാണ് ഹൈലൈറ്റ്, അതാണ് മെയിൻ പോയിന്റ്, എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു പോയിന്റ് കേട്ടോ. ഞങ്ങൾക്ക് തിയറിയിലെ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ. ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട്. മനസ്സിലായ? ഞങ്ങൾ മനസ്സിലായില്ല. അതിന്റെ തുടക്കം പറ. ഞങ്ങളെന്ന് വെച്ചാല് അടുത്തന്നെ ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്നത്. അതുപോലെ RLV രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അതിന് വിലയില്ലെന്നാണോ? ഞാൻ ചോദിക്കട്ടെ, RLV ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല. RLV പറയുന്നത് അങ്ങനെ ബന്ധമില്ല എന്ന് പറയുമ്പോൾ മുമ്പ് തന്നെ പലപ്പോഴും പലതരത്തിലൊരു അധിക്ഷേപം മേഡം നടത്തിയിട്ടുണ്ട്. എനിക്ക് എന്താ മുമ്പും മേഡം ഈ തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, പലതരത്തിൽ അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ്. കൊണ്ടുവരാൻ പറ, അയാളോട് കൊണ്ടുവരാൻ പറ. നിങ്ങൾ മേഡം പറഞ്ഞ ഞങ്ങൾ എടുത്ത ഡിപ്ലോമയ്ക്ക് ആയിക്കോട്ടെ. ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാവരും ഞങ്ങളല്ലേ? ആയിക്കോട്ടെ, അതായിക്കോട്ടെ, അത് അംഗീകരിക്കുന്നത്. മേഡം പറഞ്ഞ മേഡവും ഞങ്ങളും എടുത്ത ഡിപ്ലോമയ്ക്ക് ഏതോ ഒരു ചാനലിലെ ഒരു കുട്ടി എന്തോ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിങ്ങൾ എല്ലാവരും ഒത്തല്ലോ.
അതുപോലെ ഞങ്ങൾ നോക്കും. അതോ ആരാ വെക്കുന്നത്? ഇപ്പൊ മേഡത്തോടൊപ്പം നിൽക്കുന്ന മേജർ ദേവികയാട്ടെ മറ്റു നീന പ്രസാദ് ആവട്ടെ എല്ലാവരും പറയുന്നുണ്ട് മേഡം പറഞ്ഞത് ശരിയായില്ല എന്ന്. പിന്നെ ആരാ വെക്കുന്നത്? എനിക്ക് നീന പ്രസാദിന്റെ മേതിൽ ദേവികയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട കേട്ടല്ല. ഞങ്ങളാ അവരാ. ഞാൻ ചോദിക്കട്ടെ നീന ഈ പറഞ്ഞ ഞങ്ങൾ ആരാണെന്ന് തള്ള പറയുമ്പോൾ ബാക്കി ഞാൻ പറയാം. പ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു? ഡിപ്ലോമ എടുത്തിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ നീന പ്രസാദ് പറഞ്ഞു മേതിൽ ദേവിക പറഞ്ഞു എന്നൊന്ന് എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പറയണം. അതായിക്കോട്ടെ, ഞങ്ങൾ കലാകാരന്മാരെന്നല്ല കലാമണ്ഡലത്തിൽ പഠിച്ച ടീച്ചർ. കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയ നിങ്ങളുടെ ഡിപ്ലോമയ്ക്ക് വിലയുണ്ട്. RLV രാമകൃഷ്ണന്റെ പോലുള്ള ഒലത്തി കലാമണ്ഡലത്തിൽ ഒലത്തി. അതാ ഞാൻ പറഞ്ഞത്. പോയി കലാമണ്ഡലം തള്ളി വിട്ട് തള്ളേനെ. അപ്പോഴേ ഞാൻ പറഞ്ഞു കലാമണ്ഡലം കൊണ. ഈ തള്ളയ്ക്ക് കലാമണ്ഡലമായിട്ട് ഒരു ബന്ധമില്ല. തള്ള പറഞ്ഞ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന് കലാമണ്ഡലത്തിലുള്ള ആളുകൾ ലെറ്റർ ഹെഡിൽ എഴുതി സീര് വെച്ച് ഒപ്പിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കിലേക്കായിട്ട്. മതിയല്ലോ. പേരിൻ്റെ കൂടെ കലാമണ്ഡലം കുട്ടി കയറ്റിയത് പണ്ടം കണ്ട് അവിടെ പൂർവ്വ വിദ്യാർത്ഥി ആയതുകൊണ്ട് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതിൻ്റെ പേരിലാണെന്നും പറഞ്ഞിട്ട് അവർ കയ്യൊഴിഞ്ഞ് തള്ളിവിട്ട് ഇനിയില്ല. ആ അഹങ്കാരം അങ്ങ് തീർന്നിട്ട് തള്ളയുടെ എന്തൊരു ദാഷ്ട്യമാണ്. വീട്ടിൽ ഇത് എൻ്റെ വീട് ബാക്കി കേൾക്കി കാണിച്ചാൽ ഡിപ്ലോമയ്ക്ക് വിലയുണ്ട്. RLV രാമകൃഷ്ണന്റെ പോലുള്ള ഡോക്ടറേറ്റിന് വിലയില്ലെന്നാണ് എന്റെ സഹോദര. RLV ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല. ഒരു ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല. എനിക്ക് ഒരു പരിചയമില്ല. ഇല്ല. പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് RLV പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയണോ? അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യമില്ലെങ്കിലോ അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട്. ഒരു കലാകാരിക്ക് ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ മാഡം? ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ ഒരു കലാകാരിക്ക്? എന്റെ വീടാ. മനസ്സിലായില്ല? അതുകൊണ്ട് എന്തോ ആവാം. അതുകൊണ്ട് എന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ എന്തു പാകാം. സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങൾ റിപ്പോർട്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞു. എന്തോന്നേ മാധ്യമപ്രവർത്തകരെ കാട്ടി വിടുന്നതല്ല സംഭവം. മാധ്യമപ്രവർത്തകരെ തലയിലൊന്നും വേറെ പ്രശ്നം. പക്ഷെ ഇങ്ങനെ പെരുമാറാവോ? പബ്ലിക്കിൽ ആളുകൾ കാണുന്ന പോലത്തെ ഇങ്ങനെയൊക്കെ പെരുമാറാവോ? ഒരു സംസ്കാരമില്ല, വിവരമില്ല, ബോധമില്ലാത്ത സ്ഥിതി. എന്തിനു പറ്റും? വേറെ കാര്യം പറയട്ടെ. ഈ അമ്മച്ചി സ്വയം കരുതുന്നത് എന്താണ്? ഭയങ്കര സൗന്ദര്യമാണെന്നാണ്. ആണോ? എനിക്കറിയില്ല കേട്ടോ. എന്തുതന്നെയായാലും ബേഷായിട്ടുണ്ട്. സംഭവം കലക്കിയിട്ടുണ്ട്, കിടുക്കിയിട്ടുണ്ട്, തിമിർത്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി. ആളുകളെല്ലാവരും കൂടി അമ്മച്ചിനെ ഒരു റോക്കറ്റിലേക്ക് അയറ്റി വെച്ച് അങ്ങ് വിട്ടിട്ടുണ്ട് ചന്ദ്രനിലേക്ക്. ഇനി മേലെ പോയിട്ട് അങ്ങോട്ട് വിരിഞ്ഞാൽ മതി, പൊട്ടിത്തകരും. എന്തായാലും കിട്ടിയതൊക്കെ സ്വീകരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം അമ്മച്ചി. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പല വിഷയങ്ങളും ഞാൻ പൊതുവെ ഇപ്പോൾ ഒഴിവാക്കി വിടാറാണ് സമയം കിട്ടാത്തതിൻ്റെ പേരിൽ. പക്ഷേ ഇത് എത്ര പേര് കാണുന്നു അറിയില്ല. കണ്ടിടത്തോളം മതി എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൊരു സമാധാനം. ശംഭോ മഹാദേവ. ബൈ ബൈ.